So hello guys, welcome back to Minecraft. Let's play, and you can see I am going to end. ഇതെന്ത് വാട്ട ഇംഗ്ലീഷാണെന്ന് എല്ലാവർക്കും തോന്നിക്കാണും. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഇൻട്രോ ആയി. ഈ വാട്ട സ്പെഷ്യൽ ഇൻട്രോ. വാട്ടാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ഒരു വളിഞ്ഞൊരു ഇൻട്രോ തന്നെ. എന്നും നമ്മുടെ വളിഞ്ഞ ഇൻട്രോ തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാളിഞ്ഞൊരു ഇൻട്രോ നമ്മുടെ. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ സുഖാണല്ലേ. സോ ഹലോ, സുഖാണൻ്റെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് ഇനി ഓർമ്മയില്ല. സോ ഇപ്പം നമുക്ക് ഈ പില്ലറിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നിട്ട് അങ്ങനെ കറങ്ങിയടിച്ച് ഇതിൻ്റെ ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എത്തിയിട്ട് പിന്നെ ഡ്രാഗനെ തല്ലി കൊല്ലാം. അത്രേ ഉള്ളൂ. അപ്പോൾ എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യണത് ഈസിയാണെന്ന് വിചാരിക്കും. ബട്ട് നോട്ട് ഈസി ആസ് യു തിങ്ക്. എന്ന് വെച്ചാൽ നിങ്ങളിതിങ്ങനെ ഈ ഇൻ്റർനാഷണൽ ഗെയിം ഡിസൈൻ എന്ന് പറഞ്ഞ മരിക്കും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലോബ്സ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു പൊട്ടിച്ചാൽ മതി ക്രിസ്റ്റല്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്നിട്ട് കുമിഞ്ഞിരുന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡാമേജ് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ തന്നെ ഞാൻ എല്ലാം പൊടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. യെസ് ഗൈസ്, അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, എല്ലാം പൊടിച്ചിട്ടുണ്ട്. നീ കാക്കേനെ മാത്രം കൊന്നാൽ മതി. കള്ളക്കാക്കെ ബാട നീ ഇവിടെ ഇജെന്ത് കാണിച്ചാലും നമ്മൾ ഇന്ന് കില്ല് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഡ്രാഗനെ കില്ല് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് എടുത്തിട്ട് വന്നതാണ്. ദിസ് ഈസ് നോട്ട് ദി ഫസ്റ്റ് ടൈം എവർ ഐ ബീറ്റിംഗ്. അതുകൊണ്ട് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ് നമ്മൾ ഇന്നത്തോടെ അവസാനിക്കത്തില്ല. നമ്മൾ ഒരു ദിവസം വരുടാ. നമുക്ക് ഈ ജുമാ മസ്ജിദൊക്കെ ഉണ്ടാക്കണം. ആസി മുസ്ലിം. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കണം പറ്റുള്ളൂ. ഇപ്പം കാക്ക ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കാരണം അവൻ്റെ ഹെൽത്ത് കൂട്ടാൻ മുഴുകാനൊന്നും ഇല്ല അവിടെ. കാരണം അവൻ്റെ തിന്നാനുള്ള എല്ലാം ഞാൻ അടുത്ത് തിന്ന് കഴിഞ്ഞടാ. വാടക്കാക്കേ, നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ കൊല്ലാണ്ട് ഇവിടെ നിന്ന് പോകുന്നില്ല. കൊല്ലാണ്ട് ഇനി ഒന്നും പോകാൻ പറ്റത്തില്ല. വേറെ വരും. അപ്പം നമുക്കൊന്ന് കില്ല് ചാടാ. എടാ ചാവില്ല നീ. നിനക്ക് ചത്ത എന്താടാ? ഒന്ന് ചാവടാ. എന്നിട്ട് വേണം എനിക്ക് നിൻ്റെ XP എല്ലാം എടുത്തിട്ട് ലെവൽ 30 എൻചാൻമെൻ്റൊക്കെ ചെയ്യാൻ. പിന്നെ യൂസിങ് ഡയമണ്ട് സോഡ് കില്ലാൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അവൻ എന്തൊക്കെയോ തീയൊക്കെ തുപ്പുന്നുണ്ട്. നിൻ്റെ തീയൊക്കെ നിൻ്റെ കൈ വെച്ചാ. യെസ് ഗൈസ്, that moment. Proud. I am proud of me, dude. Yes, XP എല്ലാം വാ. 35, 43, 46 എല്ലാ XP എനിക്ക്. യെസ്, 48 XP ആയി ഗൈസ്. ഇനി ഇതിൽ കയറി ഡാമേജ് എടുക്കുമോ? ഇത് പീസ്ഫുൾ മോഡല്ലേ. പീസ്ഫുൾ മോഡിൽ ഡാമേജ് എടുക്കുമോ? എൻഡ്രാഗിനെ വീറ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ മോഡ് മാറുമോ? അങ്ങനെ ഉണ്ടാകും. ഇല്ലല്ലോ, ഇത് പീസ്ഫുൾ മോഡ് തന്നെ. അതെന്ത് കുന്തായിക്കോട്ടെ. അതെന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ. അതൊന്നും നമുക്ക് വിഷയമല്ല. ഡെർട്ടേ വാടാ ഡ്രാഗനൊക്കെ കൂട്ടാ. നിനക്ക് ഒരു ഇടിയും കൂടി ഇടിക്കാൻ. എൻ്റെ വീട്ടിലത്തെ കറണ്ട് പോയി ഗൈസ്. ഇവിടെ ഒടുക്കത്തെ ഇരുട്ടായി. അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. പിന്നെ നമ്മളെ എൻഡ്രാഗിനെ ബീറ്റ് ചെയ്ത എനിക്ക് കരണ്ട് പോയ പേടിയുണ്ട. നീ ഏതാടാ ചെറുക്കാ? ഇജ്ജ് എവിടെ നിന്ന് വന്നു? ഞമ്മക്കുണ്ടാ പേടി? ഇല്ല, നമുക്കില്ല പേടി. അപ്പം നമുക്ക് വാ, ലെറ്റ്സ് ഗോ ബാഡി. യെസ്, ഐ സി ദ പ്ലെയർ യു മീൻ മാനിയാക്ക്. അങ്ങനെ എന്തെല്ലാം ഐ സി ദ പ്ലെയർ യു മീൻ മാനിയാക്ക്. ഇതിവിടെ തന്നെ ടൈം നമ്പർ ഞാൻ ഒന്നിട്ടില്ല. യെസ്, ടേക്ക് കെയർ. യെസ് ഗേഴ്സ്, ഓവർ വേൾഡ്. യെസ് ഗേഴ്സ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് എൻഡ്രാഗിനെ ബീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയോ നല്ലൊരു ഇരുട്ടൊക്കെ ഉണ്ട് ഇവിടെ. ശരി, ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വുഡും ഇല്ല ഇനി. അപ്പം നമ്മുടെ ഫസ്റ്റ് മൈൻ ചെയ്ത ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ.
അതെടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. യെസ് ഗൈസ്, ഈ ലീഫ് ലിറ്ററൊക്കെ ഒന്ന് പോട്ടെ. ഇതൊന്നും ആർക്കില്ല, ഒരു ചേത്തന്മാർക്ക് ആവശ്യമില്ല ലീഫ് ലിറ്റർ. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കും നമ്മുടെ സീരീസിലത്തെ ഏറ്റവും ലാസ്റ്റ് ബ്ലോക്കും എടുക്കുക, നമ്മുടെ വീട്ടിൽ പോവുക, ഇത് വെക്കുക. ഡ്രാഗനെ ഗൈസ്. അപ്പോൾ ഇത് പിന്നെ ഹാർഡ് ഫൈറ്റാണെന്ന് ചോദിച്ചാൽ ഹാർഡല്ല, ഒരു തരത്തിലും ഇത് ഹാർഡല്ല ഗൈസ്. കാരണം ഇത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കുഞ്ഞ് ഫൈറ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഡ്രാഗൺ ഫൈറ്റ്. എന്തായാലും ഇപ്പോൾ നമ്മളെ ഒരു ബിൽഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ യെസ് ഗേഴ്സ്. അപ്പോൾ നമ്മൾ എൻഡ്രാഗിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത നമ്മൾ കളിക്കുന്ന ഗെയിം മിക്കവാറും ഗാർഡൻ ഓഫ് ബാൻ ബാൻ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇത്ര ഇതുണ്ടല്ലോ, ഇനി നമ്മുടെ 2 ഡയമണ്ട്സ് എടുത്തിട്ട് നമുക്കിതാ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് മുകളിലത്തെ ചെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമ്മൾ എൻഡ്രാഗിനെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 106ാമത്തെ ദിവസമാണ് ഇവിടെ ഈ കൊല്ലത്തെ ഏറ്റവും ഒരു നല്ല ദിവസം. ഓക്കെ, അപ്പം ഞാൻ അറിയാതെ ഹെഡ്സെറ്റ് ഊരിപ്പോയി. ഞാൻ ഹെഡ്സെറ്റ് ഇട്ടിട്ടാണ് കളിക്കുന്നല്ലോ. എന്തിനാണ് ഹെഡ്സെറ്റ് ഇട്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ സൗണ്ട് ക്രാക്കില്ല ഗൈസ്, അതുകൊണ്ടാണ്. ചെറിയ പേടിക്കുന്നുണ്ട്. ഇവിടെ ഒട്ടും കരണ്ടില്ല. കരണ്ട് പിന്നെ പോയിട്ടിപ്പം നിറയെ നേരെ. ഈ കുതിക്കകത്താണ് വരുന്ന ബിൽഡ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അയൺ ഫാം. അതിലൊരു ചെക്കനെ ആണെങ്കിൽ തണ്ടർ സ്റ്റോം ഇടിച്ച് കൊന്നു. അവനെ തണ്ടർ സ്റ്റോം ഇടിച്ചപ്പോൾ അവൻ മറ്റേ വിച്ചായില്ല, ഒരുത്തൻ വിച്ചായി. അപ്പോൾ അവനെ ഞാൻ കില്ല് ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇവിടെ ഒരു ഹോപ്പറേ കാണാൻ പറ്റുള്ളൂ, എല്ലാം അടിച്ച് പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് ഇന്ന് ഫുൾ എൻചാൻറ്റ് ചെയ്യണം നമ്മുടെ ടൂൾസൊക്കെ. 53 ലെവലല്ലേ, ഇതൊക്കെ മതി. നീ ഇതും വെച്ച് മരിച്ചാൽ പിന്നെ ഇത് വെച്ച് മരിച്ചാൽ പിന്നെ ഞാൻ പോവും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി. ആദ്യം ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുടിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. മൈൻഡ് ചെയ്യണമല്ലേ, നമ്മുടെ കയ്യിലല്ലേ കിട്ടുള്ളൂ. കണ്ട ഗൈസ്, എൻ്റെ ഹൈ ഐ ക്യു പ്ലേ 80,000 എത്രയോ. പിന്നെ നമുക്കൊരു ട്രഷർ മാപ്പൊക്കെ കിട്ടി അവിടെ നിന്ന്. ആ ട്രഷർ മാപ്പ് എങ്ങനെ കിട്ടിയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ലേ. അത് അവിടെ ഒരു ഷിപ്രാക്ക് ഉണ്ടായിരുന്നു എൻ്റെ സ്ട്രോങ് ഹോളുള്ളതിൽ. ഗൈസ് ഫൈനലി കറണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഫൈനലി കറണ്ട് വന്നു. അപ്പോൾ ഇപ്പം തന്നെ പോയി. കാരണം എൻ്റെ വീട്ടിൻ്റെ വെളിയിൽ ഒടുക്കത്തെ മഴയാണ്. നിങ്ങൾ സൗണ്ട് കുറച്ച് കൂട്ടി ഇട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കും മഴയുടെ സൗണ്ട്. കാരണം ഇവിടെ നല്ല മഴയുണ്ട്. നല്ലതല്ല, ചെറിയ മഴയുള്ളൂ, എന്നാലും മഴയുണ്ടല്ലോ. മഴ വലിയ ആർമാദം തന്നെ നമുക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഹൈടെക് ബുദ്ധിയുണ്ട്. നമുക്ക് 4 ഒബ്സിഡിയൻ കിട്ടീനി. വീട്ടിൽ പോട്ടെ. വീട്ടിലൊരു ബുക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ്. നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മുടെ പിക്കാക്സിൽ എഫിഷ്യൻസി 4 ഇടാമല്ലോ. കാരണം എനിക്ക് എഫിഷ്യൻസി 4 ബുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഐ ആർമർ ട്രിം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഏതിടുന്നു എനിക്കറിയില്ല. അയൺ ഇടുക. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഏതാ വേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇക്കോറം ഡയമണ്ട്സ് വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഐ ആർമർ ട്രിം മിക്കവാറും അവിടെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ എൻ്റെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ അൻവിലുണ്ടല്ലോ ഇവിടെ, അൻവിൽ കൂട്ടാൻ നിറയെ ദിവസമായി ഉണ്ട് അടുത്തേക്ക് വന്നിട്ട്. അത് പൊട്ടിയും ഗൈസ്. എഫിഷ്യൻസി 4 ഡയമണ്ട് പിക്കുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. ഇത് കിടിലനായി ഗൈസ്. എൻഡ്രാഗൻ ബോസ് ഫൈറ്റ് എല്ലാം ചേഞ്ച് ചെയ്തു ഈ സീരീസിൻ്റെ. അതാണ് ഗൈസ്, എനിക്ക് ഇന്നത്തെ ഫൈറ്റ് ഒടുക്കത്തെ ഇഷ്ടമായി. എനിക്ക് തന്നെ വിചാരിക്കാൻ പറ്റുന്നില്ല ഇത് ഞാനാണോ ചെയ്തത് അത് വേറെ ഏതോ മക്കത്തലയാണോ ചെയ്തതെന്ന്. ഞാൻ തന്നെയാണ് ഗൈസ് ഇത് ചെയ്തത്. അത് ഒറ്റയ്ക്ക് ഒരു ഇരുട്ടുള്ള റൂമിൽ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എല്ലാവർക്കും അറിയാലോ. എന്താണെന്ന് നിങ്ങൾ ഗൈസ്, ഒരു 50,000 ലൈക്ക് ഇടുക എല്ലാവരും. കിട്ടുമെന്ന് തോന്നുന്നില്ല, കിട്ടുകയാണെങ്കിൽ കൊള്ളായിരിക്കും. യെസ്, അപ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതെനിക്ക് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. കാരണം ഇനി ആകെ നിങ്ങൾ അതേ ചെയ്യാനുള്ളൂ. കാരണം എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. എനിക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ
പൂർത്തിച്ച് തന്നു. 10 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓ വുഡില്ല വുഡില്ലാത്താണ്. ബുക്കൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മാംഗ്രോ എടുത്തിട്ട് വേണ്ട കുറച്ച് സ്പ്രൂസ് വെട്ടിയെടുക്കാം. സ്പ്രൂസ് വെട്ടേണ്ട ആവശ്യമില്ല. നമ്മളെ ഫസ്റ്റ് വൈൻ ചെയ്ത ബ്ലോക്ക് ഡ്രാഗൺ എഗ്ഗും അവിടെ ഇരിക്കുന്നുണ്ടാ. സ്ട്രിപ്പൊന്നും ചെയ്യുന്നില്ല. ഇവിടെ സ്പ്രൂസ് വുഡ് എടുത്ത് വെച്ചാണല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു മൈൻഡ് ചെയ്യല്ലോ. ഇവിടെ നിറയുണ്ടല്ലോ. ഞാൻ എന്നും വുഡില്ലെങ്കിൽ സ്പ്രൂസ് വുഡ് ഇങ്ങനെ പകുതി ആവശ്യമുള്ള അത്രയ്ക്ക് എടുത്തോണ്ട് ഇങ്ങനെ പോകും. അതാണ് എൻ്റെ പരിപാടി ഈ ലെറ്റ്സ് പ്ലേയിൽ. വേറൊരു പരിപാടിയില്ല. സ്പ്രൂസ് ട്രീ കണ്ടാൽ അപ്പം അങ്ങ് മുറിച്ചിടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് പിന്നെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും. എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? വുഡൊന്നും കിട്ടിയില്ല. ബെസ്റ്റ്. അതിന് ഇൻവെൻട്രി സ്ഥലം വേണ്ടറ മരപ്പൊട്ട. ഞാൻ തന്നെ എന്നെ തന്നെ എന്തൊക്കെയോ പറയുന്നു. ബേഡ് കൂട്ടേട്ടോ. ഈ വിളിച്ച് ബ്ലാങ്ക്സിന് ആവശ്യമില്ല. തൽക്കാലത്തേക്ക് ഇനി നമുക്ക് കുറച്ച് മതി. ഓക്കെ, അപ്പോൾ 20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് നമുക്ക് മൊത്തം ലെവൽ 30 എൻചാൻമെൻറ്റ് ടേബിൾ തന്നെ എനിക്ക്. ചെറിയ ഇക്കണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? എനിക്കറിയാമെന്ന് വിചാരിക്കുന്നു. അറിയുമോ? അറിയുന്നവരെല്ലാം ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നിങ്ങളെ പറ്റിച്ച് ലൈക്ക് എടുക്കാൻ നോക്കുകയാണ്. ആരും ലൈക്ക് അടിക്കേണ്ടെന്നല്ല, എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ ഇന്ന് എൻഡ്രാഗിനെ ബീറ്റ് ചെയ്തല്ലേ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമുക്ക് 7 വർഷമേ ബാഡ് ലക്കേ ഉള്ളൂ. ഇന്നാണ് ഞാൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു എൻഡ്രാഗിനെ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തമ്പിനേലൊരു വളഞ്ഞ് മൂളിഞ്ഞിരിക്കും. കാരണം എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഒരു പേടിയില്ല. എനിക്കാകെ പേടിയുള്ളത് ഇന്നത്തെ തമ്പിനേൽ ഇങ്ങനെ നന്നായിരിക്കുമോ എന്നാണ് എൻ്റെ ആകെ ഉള്ളൊരു പേടി. ഗൈസ് 15 കിട്ടി, 15 ബുക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെളിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്യാതെ വെളിയിൽ തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. ഇനി വേറെ സ്ഥലമൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ 3 വെച്ചിട്ട് ഇങ്ങനെ അല്ലട്ടാ. സോറി ഗൈസ്, 3 ബുക്ക് വേസ്റ്റായി. അതിന് വുഡ് തന്നെ വേണമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്കും കൂടി ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് 2 ബ്ലോക്ക് ഇവിടെ, എന്നിട്ട് 4 ബുക്ക് ഷെൽഫും അല്ല 5 വേണം തോന്നുന്നു. ഇങ്ങനെയല്ല വെക്കുന്നേ. അപ്പോൾ ഈ കോർണറത്തെ ഈ 2 വേണ്ട. വേണമെങ്കിൽ ഇത് കിണീണീണി ഇത് വളഞ്ഞിരിക്കും ഗൈസ്. ചേടാ, ഇത് വളഞ്ഞു മുളിഞ്ഞു പോയല്ലോടാ. ഇതെന്തല്ലേ കഷ്ടം. എന്തൊരു കഷ്ടം തന്നെ. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും ലെവൽ 30 കിട്ടുമോ നോക്കാം. എത്ര ലെവൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ വെക്കാം. ചെറുതായ അക്ഷരങ്ങളൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട്. ഇപ്പം ഏതാ കിട്ടണത്? ലെവൽ 30 ഒക്കെ കിട്ടുമോ? ലെവൽ 18 കിട്ടുന്നുള്ളൂ അല്ലേ? അതിന് ലാപ്പിസ് ലസൂലി വേണമല്ലേ. ഷാർപ്നെസ് 3, ഫയർ ആസ്പെക്റ്റ് 1. ഫയർ ആസ്പെക്റ്റ് 1 ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഇതാക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. നല്ല വീഡിയോ ആണ് ഇന്നത്തെ. കാരണം ഇന്ന് നമ്മളെ ഏറ്റവും നല്ല വീഡിയോ നമ്മളിന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പം ഞാൻ ലെവൽ 30 എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കട്ടെ ആദ്യം. ഇനിയും വുഡ് വേണ്ടിയില്ലടാ. എഫിഷ്യൻസി 4 കിട്ടിയത്. ആദ്യം തന്നെ എഫിഷ്യൻസി 4 കിട്ടിയ ശേഷം എനിക്ക്
അത് സ്ട്രോങ് ഹോൾഡിൽ നിന്ന് തന്നെ കിട്ടി ഗൈസ്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്ട്രോങ് ഹോൾഡിൽ നിന്ന് അത് കിട്ടുമോ എന്തോ. എഫിഷ്യൻസി 4 അത് കിടിലായി. അപ്പോൾ ഞാൻ ലെവൽ 30 എൻചാൻമെൻ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.